ശ്രീ രമേശ് ചെന്നിത്തല സമന്വയത്തിന്റെ നേതാവ് എന്നതാണ് അല്പസമയം മുൻപ് നമ്മളോട് സംസാരിക്കുമ്പോൾ ശ്രീ എ ആന്റണി പി തങ്കച്ചനെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞത്. ഘടകകക്ഷികളെ ഒരുമിച്ച് നിർത്തുന്നതിലും സ്വന്തം പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കുന്നതിലും ഒക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ള വൈഭവം അതെത്ര വലുതാണ് എന്നത് ഓർക്കുകയായിരുന്നു ഈ നേതാക്കളൊക്കെ, പ്രതിപക്ഷ നേതാവാണെങ്കിലും ശ്രീ എ ആന്റണി ആണെങ്കിലും ഒക്കെ. താങ്കൾ എങ്ങനെയാണ് ഓർക്കുന്നത് പി തങ്കച്ചനെ? പി തങ്കച്ചനും ഞാനുമായിട്ടുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതായിരുന്നു. ഞാൻ KPC പ്രസിഡന്റും അദ്ദേഹം UDF കൺവീനറും ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവുമായിരുന്നു. ആ കാലഘട്ടം ധാരാളം വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടമായിരുന്നു. മുന്നണിയെ ശക്തമായി നിലനിർത്തുന്ന കാര്യത്തിലും പാർട്ടി താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിലുമെല്ലാം ശ്രീ തങ്കച്ചൻ കാണിച്ചിട്ടുള്ള പക്വത ഒരിക്കലും മറക്കാൻ കഴിയുന്ന ഒന്നല്ല. വ്യക്തിപരമായി പറഞ്ഞാൽ ഏറ്റവും അവസാനം ഇന്നലെ രാവിലെ 11 മണിക്ക് രാജഗിരി ആശുപത്രിയിൽ പോയി ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. അസുഖം കൂടുതലാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പോയത്. ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ കണ്ണു തുറന്നു, സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പലതവണ അദ്ദേഹം ഇതുപോലെ ആശുപത്രിയിൽ കിടന്നപ്പോഴൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അതെല്ലാം അതിജീവിച്ചുകൊണ്ട് തിരിച്ചു വന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ. ഇത്തവണയും തിരിച്ചു വരുമെന്നാണ് ഞങ്ങൾ കരുതിയത്. ഏതായാലും അദ്ദേഹം വഹിച്ചിട്ടുള്ള എല്ലാ പദവികളും അങ്ങേയറ്റത്തെ അന്തസ്സും ആഭിജാത്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച നേതാവാണ്. പാർട്ടി താല്പര്യമായിരുന്നു അദ്ദേഹത്തിന് എന്നും വലുത്. അങ്ങനെ പാർട്ടിയെയും മുന്നണിയെയും ധീരമായി നയിക്കുന്ന കാര്യത്തിൽ ശ്രീ പി തങ്കച്ചൻ കാട്ടിയ അനിതര സാധാരണമായ കഴിവിനെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു. വ്യക്തിപരമായി വളരെയേറെ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായി. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി. ശ്രീ രമേശ് ചെന്നിത്തല, ഇതിലൊരു കാര്യം കൂടി, അദ്ദേഹത്തിനൊരു ഓഫർ ഇതിനു മുൻപ് ഒരു ഘട്ടത്തിൽ ഒരു സ്ത്രീയിലേക്കൊരു സ്ഥാനപതി എന്നൊരു ഓഫർ അദ്ദേഹത്തിന് മുന്നിലേക്ക് ലഭിച്ചെങ്കിൽ പോലും അത് വേണ്ട എന്ന് വെച്ചൊരു കാര്യം, അത് താങ്കൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൂടി ഒന്ന്. ഞാനാണ് ഈ കാര്യം അന്ന് കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അന്ന് അദ്ദേഹത്തെ വിദേശ രാജ്യത്ത് സ്ഥാനപതിയായി നിയമിക്കാൻ അന്ന് കോൺഗ്രസ് പ്രസിഡന്റായ സോണിയാഗാന്ധി സമ്മതിച്ചതാണ്. ലിബിയ എന്ന് പറയുന്ന രാജ്യത്ത്. പക്ഷെ അദ്ദേഹം, ഞാൻ അവിടെ നിന്ന് അത് കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് സ്ഥാനപതി സ്ഥാനം വേണ്ട, എനിക്ക് നാട്ടിൽ നിൽക്കുന്നതാണ് എനിക്ക് സന്തോഷം. അങ്ങനെ ആ കിട്ടിയ ഓഫർ, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസിഡന്റ് അംഗീകരിച്ച സ്ഥാനപതി എന്ന ആ പദവി വേണ്ട എന്ന് വെച്ചുകൊണ്ട് പെരുമ്പാവൂരെയും എറണാകുളത്തെയും കേരളത്തിലെയും സാധാരണ പാർട്ടി പ്രവർത്തകരോടൊപ്പം അവസാനം വരെ പ്രവർത്തിച്ച ശ്രീ തങ്കച്ചനെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.